സിനിമ എന്നുവെച്ചാൽ ഒരുതരം ഓട്ടമാണ്. ഓട്ടം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചിലർ തളർന്നുപോയി. ആ ഓട്ടത്തിൽ വിജയിക്കുന്നവനാണ് സാമ്രാജ്യം. വളരെ നേരത്തെ തന്നെ ഓട്ടം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഏതാനും സെലിബ്രിറ്റികളെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് സിൽക്ക് സ്മിതയാണ്. ബോൾഡായ വേഷങ്ങൾക്ക് പേരുകേട്ട സിൽക്ക് സ്മിത വീട്ടിൽ സീലിംഗ് ഫാനിൽ തൂങ്ങിമരിച്ച നിലയിലായിരുന്നു. പ്രത്യക്ഷത്തിൽ അതൊരു ആത്മഹത്യയായിരുന്നു. പ്രണയ പരാജയവും സാമ്പത്തിക പ്രതിസന്ധിയും കാരണമാണ് തന്റെ ജീവിതം അവസാനിപ്പിച്ചതെന്ന് എഴുതിയ ഒരു ആത്മഹത്യാക്കുറിപ്പ് അവിടെ ഉണ്ടായിരുന്നു. മദ്യപാനവും സിൽക്കിനെ വളരെയധികം ബാധിച്ചിരുന്നു. രണ്ടാമത്തേത് ശ്രീനാഥാണ്. ശാന്തി കൃഷ്ണയുടെ ആദ്യ ഭർത്താവ് കൂടിയാണ് ശ്രീനാഥ്. ശാലിനി എന്റെ കൂട്ടുകാരി, ഒരു CBI ഡയറിക്കുറിപ്പ്, കിരീടം തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ശ്രീനാഥ് ഒരു ജനപ്രിയ മലയാള ചലച്ചിത്ര ടെലിവിഷൻ നടനായിരുന്നു. ഹോട്ടൽ മുറിയിലാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളും സിനിമാ മേഖലയിൽ നിന്നുള്ള സമ്മർദ്ദവുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് അഭ്യൂഹങ്ങൾ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തേത് നടി മയൂരി. തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന നടി മയൂരി തന്റെ വേഷങ്ങളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൾ തന്റെ സഹോദരന് ഒരു കത്തെഴുതി. പ്രണയ പരാജയവും കരിയറുമായി ബന്ധപ്പെട്ട സമ്മർദ്ദവുമാണ് അവളുടെ പെട്ടെന്നുള്ള വിയോഗത്തിന് കാരണമായി പിന്നീട് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. 21 വയസ്സ് മാത്രമായിരുന്നു അന്ന് മയൂരിയുടെ പ്രായം. ഇത്രയും ചെറിയ പ്രായത്തിൽ വലിയ റോളുകൾ മയൂരി ചെയ്തു വെച്ചിട്ടുണ്ട്. ആകാശഗംഗ എന്ന ഒറ്റ ചിത്രം മാത്രം മതി മയൂരിയെ എന്നും ഓർക്കാൻ. നാലാമത്തേത് സന്തോഷ് ജോഗി. രാജമാണിക്യം നടൻ സന്തോഷ് ജോഗിയെ 2010 ഏപ്രിൽ 13 തൃശൂരിലെ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണം തൂങ്ങിമരിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചില കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ജീവിതം അവസാനിപ്പിക്കാൻ അദ്ദേഹം ഇത്രയും വലിയ തീരുമാനമെടുത്തതെന്നാണ് അഭ്യൂഹങ്ങൾ. 2010 പുറത്തിറങ്ങിയ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. രാജമാണിക്യത്തിൽ നെഗറ്റീവ് വേഷം ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം പ്രശസ്തനായത്. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്.